വിശ്വാസത്തോടാണ് എക്സാം എഴുതിയത്. നീ ഉടമ്പടി കാശ് രൂപം ചേർത്ത് പിടിച്ചാണ് എക്സാം എഴുതിയത്. നീ വിശ്വാസത്തോടെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നീ എന്തിനാ വീണ്ടും അവിശ്വാസിയെ കൊണ്ട് പെരുമാറുന്നത്? വിശ്വാസിയായ വിശ്വാസിയാണ്, മരണം വരെ വിശ്വാസിയാണ്, അത് കഴിഞ്ഞും വിശ്വാസിയാണ്. നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്ക്, നീ അതിന് വലിയ അത്ഭുതം നീ കാണും എന്ന് പറഞ്ഞു. ഞാൻ മമ്മി പറഞ്ഞപ്പോഴും ഞാൻ അത്രയും എനിക്കറിയാം. ഞാൻ കാരണം ആ ഒരു നിമിഷം അത്രയും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ എഴുതിയതുകൊണ്ട് ഞാൻ ലോജിക്കലി തിങ്ക് ചെയ്യുമായിരുന്നു. ഞാൻ കൂട്ടിയപ്പോഴേക്കും 40% വരുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എക്സാം ഫെയിലാകും എന്ന് തന്നെയാണ് ആ ഒരാഴ്ച ഞാൻ വിശ്വസിച്ചിരുന്നത്. അൺടിൽ ആ റിസൾട്ട് ഒരു നിമിഷം എനിക്ക് മനസ്സിലായി ഞാൻ എക്സാം പാസ്സായി. അത് ഇപ്പോഴും എനിക്ക് അത് അത്ഭുതമായിട്ടല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല. കാരണം അത് ഏത് അവിശ്വാസി വന്ന്, ഏത് തത്വചിന്തവും വന്ന്, എന്ത് ഫിലോസഫി ചോദിച്ചാലും, എന്ത് ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാലും അവിടെ ഒരു വലിയൊരു